ഹലോ ഫ്രണ്ട്സ്, അവർക്ക് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം എന്നാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ മുറി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് നമ്മുടെ വൃത്തി ആരംഭിക്കുക, അല്ലെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ശുചിത്വം ആരംഭിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് അടുക്കള എന്ന് പറഞ്ഞാൽ. ബേസിക്കലി നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള അണുക്കളുണ്ട്. അത് ബാക്ടീരിയ എന്ന രീതിയിലും വൈറസ് എന്ന രീതിയിലും ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. അതിൽ ഏറ്റവും അപകടകാരിയായ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഈ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏകദേശം ഒരു ബാക്ടീരിയയുടെ കണക്ക് പറയുകയാണെങ്കിൽ 1 ക്യൂബിക് സെൻറ്റിമീറ്ററിനുള്ളിൽ ഏകദേശം 58 ദശലക്ഷം ബാക്ടീരിയകൾ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. നമുക്ക് ചുറ്റും എപ്പോഴും നമുക്ക് ചുറ്റും ഈ ബാക്ടീരിയ ഉണ്ട്. അതിലെ ചില ബാക്ടീരിയകൾ നമുക്ക് ദോഷമായിട്ടുള്ളതും, അതായത് നമുക്ക് ശാരീരികമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നതും, അല്ലാത്തവ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ശാരീരികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായിട്ടുള്ള പലതരം ബാക്ടീരിയകളാണുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ബാക്ടീരിയ, പലതരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്. അതിൽ ശരീരത്തിന് ഹാമായിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന് ദോഷമായിട്ടുള്ള ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ശരീരത്തേക്ക് കയറുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണത്തെ പറ്റിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, സാധാരണ സ്പോഞ്ച്. ഈ സ്പോഞ്ച് വഴി നമ്മുടെ ശരീരത്തിൽ കയറുന്ന പലതരത്തിലുള്ള ബാക്ടീരിയകളും അതിൻ്റെ ദോഷവശങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറയട്ടെ. ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് നൗ. നമുക്കറിയാം, നമ്മുടെയൊക്കെ അടുക്കളയിൽ പാത്രം കഴുകുന്നതിന് പലതരത്തിലുള്ള സ്ക്രബ്ബേഴ്സാണ് ഉപയോഗിക്കാറ്. സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാറുണ്ട്, സ്പോഞ്ചിൻ്റെ ഉപയോഗിക്കാറുണ്ട്, ചെറിയ അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സാധനം നമുക്ക് കിട്ടാറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചകിരി ഉപയോഗിച്ചും പാത്രം കഴുകാറുണ്ട്. പക്ഷേ ഇത് ഏത് സാധനങ്ങൾ ഉപയോഗിച്ചതാണെങ്കിലും നമ്മൾ മാക്സിമം ആ പാത്രം ക്ലീൻ ആക്കുക അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചെളി കളയുക എന്ന ഉദ്ദേശം കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ പല പാത്രങ്ങൾ, ഈ പറഞ്ഞ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് തന്നെ ഉപയോഗിച്ചാണല്ലോ പല പാത്രങ്ങൾ കഴുകുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം പാത്രം കഴുകുക എന്നത് മാത്രമേ നമ്മൾ അതിൻ്റെ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പാത്രം കഴുകിയിട്ട് ആ സാധനം അതേപടി നമ്മൾ വെക്കുകയും അതിനുശേഷം പിന്നീട് അടുത്ത പാത്രം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോഴോ ഒക്കെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രം കഴുകുമ്പോൾ തന്നെ അതിലുണ്ടാകുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ബാക്ടീരിയ കണ്ടന്റുകൾ ഈ പല പാത്രത്തിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രെഡ് ആകുകയാണ്. ഇത് നമ്മളൊട്ടും അറിയുന്നില്ല. നമ്മൾ ബേസിക്കലി നോക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ പാത്രത്തിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് എന്നത് മാത്രമാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. പക്ഷേ നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ പോലും പോകാത്ത പലതരത്തിലുള്ള ബാക്ടീരിയകളാണ് ഓരോ പാത്രത്തിലേക്കും നമുക്ക് സ്പ്രെഡ് ആകുന്നത്. സത്യം പറഞ്ഞാൽ സാധാരണ നമുക്ക് നമ്മുടെ ഒരു വീട്ടിലാണെങ്കിൽ ഒരു ടോയ്ലറ്റിലാണ് ഏറ്റവും കൂടുതൽ അണുക്കളുണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് സാധാരണ ഇതിൽ നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതിൽ കൂടുതലായിട്ടുള്ള ബാക്ടീരിയകൾ അല്ലെങ്കിൽ ശുചിത്വമില്ലായ്മ വഴി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് നമ്മുടെ വീടുകളിലെ കിച്ചൺ തന്നെയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ഈ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വഴി സാധാരണ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. വയറിളക്കം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂമോണിയ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും ഈ ഒരു ബാക്ടീരിയ ആക്രമണം വഴി, അതായത് നമ്മുടെ ഈ സ്പോഞ്ച് അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ഏതാണോ ആ സാധനം അല്ലെങ്കിൽ ഏതാണോ ആ പ്രോപ്പർട്ടി, അത് സാധനം കൊണ്ട് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുമാണിത്. ഇനി സാധാരണ രീതിയിൽ നമ്മുടെ മീറ്റിൽ, അതായത് നമ്മുടെ ഇറച്ചിയിലൊക്കെ സാധാരണ രീതിയിൽ കാണുന്ന കാമ്പിനോബാക്ടർ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. ഈ ഒരു ഇറച്ചിയിൽ കാണുന്ന ഈ ബാക്ടീരിയ ഈസി ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്ക്രബ്ബറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെയധികം ഡേഞ്ചർ ആകുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ എക്സാമ്പിൾ വരുന്നത് വെച്ചാൽ, നമ്മുടെ മീറ്റ് നമ്മൾ കഴുകുകയാണ്. മീറ്റ് എടുത്ത പാത്രം അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യുക, ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ക്രബ്ബറിൻ്റെ അകത്തേക്ക്
ഈ ഒരു ബാക്ടീരിയ വരും. സോ ഈ ഒരു ബാക്ടീരിയ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും കാരണവശാൽ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ വളരെയധികം ദോഷം ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എൻട്രോബാക്ടർ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ന്യൂമോണിയ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അതായത് പലതരത്തിലുള്ള രോഗങ്ങളുടെ പ്രതിരോധശേഷി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞത് മെനിഞ്ചൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വരാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സ്പോഞ്ചിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കണ്ടുവരുന്ന മറ്റൊരു ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ. സോ ഈ കോളി ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ദൂരവ്യാപകമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാരണമാകും. ഈ പറഞ്ഞ വയറുവേദന, അതല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള വയറിളക്കം, അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അത് ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചികിത്സിക്കാൻ സാധിച്ചില്ലെങ്കിൽ മരണം വരെ ഉണ്ടാകാനും വളരെയധികം സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്പോഞ്ചിൽ സാധാരണ രീതിയിൽ നമുക്ക് കണ്ടുവരാൻ സാധ്യതയുള്ള മറ്റൊരു ബാക്ടീരിയയാണ് ക്ലോപ്സില്ല ബാക്ടീരിയ എന്ന് പറയും. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ചില ഘടകങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് നൽകി നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അങ്ങനെ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ബാക്ടീരിയ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ തളർച്ചയും നമ്മുടെ ശരീരത്തിൽ ഒരു മരണം വരെ സംഭവിക്കാനും വളരെയധികം കാരണമാകുന്ന ഒന്നാണ് ഈ ബാക്ടീരിയ. കാരണം ബേസിക്കലി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് എല്ലാ തരത്തിലുള്ള അണുബാധയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയ കാരണം നമ്മുടെ മൂത്രനാളത്തിലൊക്കെ ഒരുപാട് അണുബാധ ഉണ്ടാകാൻ കാരണമാകും. അതുവഴി നമുക്ക് പലതരത്തിലുള്ള മൂത്ര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള രോഗം ഉണ്ടാകാനും അത് മൂർച്ഛിക്കാനും നമുക്ക് വളരെയധികം സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ മലിനജലത്തിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ് സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയയും പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ഈ പറഞ്ഞ സ്പോഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. സോ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും കാരണത്തെ വന്നു കഴിഞ്ഞാൽ വളരെ ദൂഷ്യമായിട്ടുള്ള ഒരു ബാക്ടീരിയയാണത്. ഈ ബാക്ടീരിയ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പനി, വിറയൽ, വയറിളക്കം എന്നുവേണ്ട അങ്ങനെ തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും മെയിനായിട്ട് കാരണമാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദോഷം നൽകുന്ന മറ്റൊരു ബാക്ടീരിയയാണ് സ്റ്റഫലോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. സോ അത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത. നമുക്കറിയാം വട്ടച്ചൊറി അല്ലെങ്കിൽ ചൊറി, ചിരങ്ങ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഉണ്ടല്ലോ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ ഈ ത്വക്ക് രോഗത്തിൽ വിഭാഗത്തിൽ പെടുന്നതാണ്. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന വളരെ ഒരു 4-5 ബാക്ടീരിയയുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും മാത്രമാണ്. പക്ഷേ ഇതല്ല, ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബാക്ടീരിയ ഉണ്ട് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തന്നെ. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ബാക്ടീരിയകളെല്ലാം വളരെയധികം സാധ്യതയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ നമ്മുടെ ഈ സ്പോഞ്ച് വഴി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ സ്പോഞ്ച് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രബ്ബർ മേടിക്കുമ്പോൾ അത് മാക്സിമം എത്രയാണോ 10 രൂപ കൊടുത്ത് മേടിക്കും അല്ലെങ്കിൽ 20 രൂപ കൊടുത്ത് സാധനം മേടിച്ച് അത് മാക്സിമം ആ രൂപ ഈ പറഞ്ഞ പോലെ മുതലാക്കി എടുക്കാൻ വേണ്ടി മാക്സിമം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമുക്കിടയിലുള്ളത്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പറ്റുമെങ്കിൽ ഒരുപാട് ഉപയോഗിച്ച് ഈ പറഞ്ഞ സ്പോഞ്ചിൻ്റെയൊക്കെ ഈ പറഞ്ഞ സ്ക്രബ് ചെയ്യുന്ന ആ പോർഷനൊക്കെ അടർന്ന് പോയ ശേഷവും ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച ശേഷം അത് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ കളയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ അത് സ്ക്രബ്ബർ ആണെങ്കിലും അല്ലെങ്കിൽ സ്പോഞ്ച് ആണെങ്കിലും ഏതൊക്കെയാണെങ്കിലും നമ്മൾ ഉപയോഗം കഴിഞ്ഞ ശേഷം പലരും അത് ആ വെള്ളത്തിൽ തന്നെ, ഇപ്പം നമ്മൾ ലിക്വിഡാണോ അല്ലെങ്കിൽ സോപ്പാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒന്ന് ജസ്റ്റ് അതിൽ തന്നെ വെള്ളത്തോട് കൂടി വെക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ ഏത് സ്ക്രബ്ബറാണോ ഉപയോഗിക്കുന്നതിലും സ്പോഞ്ച് ആണെങ്കിലും അത് ഉപയോഗിച്ച ശേഷം ശരിക്കും വാഷ് ചെയ്യുക. ശരിക്കും വാഷ് ചെയ്ത ശേഷം എവിടെയെങ്കിലും ഡ്രൈ ആയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് വെറ്റായിട്ടിരിക്കും തോറും ബാക്ടീരിയ അതിൻ്റെ അകത്ത് എണ്ണം പെരുകാനും അതോടൊപ്പം തന്നെ അത് കൂടുതൽ വേഴ്സ് ആകാനും അതിന് കാരണമാകും. അതായത് കൂടുതൽ മലിനമാകാനേ അത് കാരണമാകുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഡ്രൈ ആക്കി വെക്കാൻ, അതായത് ഉണക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സ്പോഞ്ച് ആണെങ്കിലും ഏതാണെങ്കിലും. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഈ മറ്റുള്ള അതുപോലുള്ള സാധനങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിച്ച ശേഷം അല്ലെങ്കിൽ ഈ ഇടയ്ക്കൊക്കെ നല്ല തിളച്ച വെള്ളം എടുക്കുക. അതിലേക്ക് ഈ പറഞ്ഞ സ്ക്രബ്ബറോ അതല്ലെങ്കിൽ എന്താണോ സ്പോഞ്ചോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അതെല്ലാം അതിൻ്റെ അകത്ത് കിട്ടുന്ന ശരിക്കും ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ശരിക്കും തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് ഡ്രൈ ആക്കി വെക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സ്പോഞ്ചിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ചെയ്യുന്ന ഈ ബാക്ടീരിയയെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒറ്റ കാര്യം
കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ഒരു സ്ക്രബ്ബർ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു പാത്രം നമ്മൾക്ക് ശരിക്കും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബിലോ അല്ലെങ്കിൽ സ്പോഞ്ചിലൊക്കെ ആ പാത്രത്തിന് അവശിഷ്ടം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശരിക്കും വാഷ് ചെയ്തിട്ട് മറ്റൊരു പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മറ്റൊന്നുമല്ല, ഒരു പാത്രത്തിൽ നിന്ന് ഈസി ആയിട്ട് മറ്റൊരു പാത്രത്തിലേക്കും ആ മറ്റൊരു പാത്രത്തിൽ നിന്ന് നമ്മൾ ആ ഒരു പാത്രം എടുത്ത് നമ്മൾ അതുവഴി നമ്മുടെ കൈകളിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും ഒക്കെ ഈ ബാക്ടീരിയ പകരാൻ വളരെയധികം സാധ്യതയുണ്ട്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൽ മാത്രമല്ല, ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ചുറ്റുമുട്ടും ഒരുപാട് ബാക്ടീരിയസ് ഉണ്ട്. അത് ചിലത് അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയസാണ്, മറ്റ് ചിലത് നോർമലായിട്ടുള്ള ബാക്ടീരിയമാണ്. സോ അതുകൊണ്ട് നമുക്ക് എവിടെയാണ് ഈ ബാക്ടീരിയ ഇരിക്കുന്നോ എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഒരു ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.